ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന്. അതിനു മുൻപായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ദ മജിഷ്യൻ. ഓട്ടം വന്നിരിക്കുന്നത് ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, നിങ്ങൾ ആരെയും ഉപദ്രവിക്കുകയില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഒരു ആഘാതം ഉണ്ടാവാം. അത്തരത്തിൽ മനസ്സിലായി. ഇവിടെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാളിന് നമ്മളെ കൊണ്ട് ദോഷം വരരുത് എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോയാലും ശരി, മറ്റുള്ളവർ നമ്മളെ വെറുതെ വിടില്ല. അതുപോലെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ വെറുതെ വിടുന്ന എനർജി അല്ല. കാരണം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങളിൽ കുറ്റം ആരോപിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർക്ക് നല്ലവരാവാൻ വേണ്ടി ഉള്ള ഒരു എനർജിയാണ് വരുന്നത്. അവർ നല്ലവരാവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഇവിടെ ഏസ് ഓഫ് വാൺസിന്റെ എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് ആവേശത്തോടുകൂടി, നിങ്ങൾക്കുള്ള ആവേശം എന്താണ്, ഏതോ ഒരു കാര്യം തുടങ്ങണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ആവേശത്തോടുകൂടി വളരെ അതിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു തുടക്കത്തിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു. ചിലരൊക്കെ വീട് വാങ്ങിക്കാനുള്ള ശ്രമമാകാം, അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിന് തുടക്കം കുറിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു തുടക്കം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾക്ക് സാമ്പത്തികപരമായ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് ഇത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം കുറച്ച് സാമ്പത്തികത്തിൻ്റെതായ എനർജി വേണം, സാമ്പത്തികം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടാവണം. അതാണ്. അല്ല എങ്കിൽ നിങ്ങളിലേക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക്സ് പറയുകയാണ് ഇവിടെ. അപ്പൊ അതായത് മറ്റുള്ളവരുടെ സപ്പോർട്ടിന് നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേർന്നതിന്, മറ്റുള്ളവരുടെ സപ്പോർട്ടിന് നിങ്ങൾ ഇവിടെ നന്ദി പറയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു സക്സസ് വരികയാണ്. എങ്ങനെ? മണിയെ കുറിച്ചുള്ള ഒരു എനർജിയിൽ നിങ്ങൾ ഹാപ്പിനെസ് ആണ് എന്ന് മനസ്സിലായി. ഇവിടെ സാമ്പത്തികം നിങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികം വരാൻ പോകുന്നു ഉണ്ട്. അത് കരുതി നിങ്ങൾക്കൊരു സക്സസ്, ഒരു സമാധാനം, സന്തോഷം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ്, അതായത് പെന്റക്കിൾസിൻ്റെതായ കിങ്. കാരണം സാമ്പത്തികത്തിൻ്റെ പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു എനർജിയാണ്. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബ്രൂമാണ്. ബ്രൂം എന്ന് പറയുമ്പോൾ ടൈഡി അപ്പ് യുവർ ലൈഫ് യൂസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഫോർ സംതിങ് ബെറ്റർ. നിങ്ങളുടെ വീടൊക്കെ നിങ്ങൾ അടിച്ചു വാരി വൃത്തിയാക്കുന്നത് പോലെ തന്നെയും ബ്രൂമിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനെ വൃത്തിയാക്കാൻ വേണ്ടിയാണല്ലോ ബ്രൂം അഥവാ ചൂല് ഉപയോഗിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെയും നിങ്ങൾ തൂത്തെറിഞ്ഞ് വൃത്തിയാക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളയണം. അത് നിങ്ങളുടെ മനസ്സിലേക്ക് മാലിന്യം കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ മാറ്റം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജി വരികയുള്ളൂ. സമ്പത്തിൻ്റെതായ ആ ഒരു എനർജി വരണമെങ്കിൽ എന്താണ്? നിങ്ങളുടെ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകണം. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെ കളയണം. അപ്പോഴാണ് നിങ്ങളുടെ ചക്രാസ് നിങ്ങളിലേക്ക് ആരോഗ്യം കൊണ്ടുവരുന്നതും ധനം കൊണ്ടുവരുന്നതും.
അതുപോലെ ചൂല് കൊണ്ട് തൂത്ത് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളം കൂടി വൃത്തിയാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചൂല് കൊണ്ട് എപ്രകാരമാണ് ഒരു വീട് വൃത്തിയാക്കുന്നത്, വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളം കൂടി ഒന്ന് വൃത്തിയാക്കൂ. ശരീരത്തിനുള്ള ശരീരകവും അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ മാലിന്യങ്ങളെ അകറ്റൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിനുള്ളിലുള്ളത്, അതായത് ആരോടെങ്കിലും ഉള്ള വിദ്വേഷമോ പകയോ ശത്രുതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരു സമയത്ത് അതിനെ കളയാവുന്നതാണ്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നിനെയും നിങ്ങൾ സ്ഥിരമായി വരുത്തി വെക്കാൻ പാടില്ല. ഒരു ശത്രുത ആരോടും വരുത്തി വെക്കാൻ പാടില്ല, ഒരു പക ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കൂ, നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ട്, ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ വിദ്വേഷമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അയാളോട് പ്രതികാരം ചെയ്യണമല്ലോ എന്നുള്ള എനർജി, അല്ലേ? ശരിയല്ല പറയുന്നത്. നമുക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ ചിന്തയാണ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. നമുക്ക് പിന്നെ മറ്റൊന്നിൽ വരുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. നമുക്ക് ശ്രദ്ധയോടുകൂടി നമുക്ക് ഒരു ആരാധനാലയങ്ങളിൽ പോകാൻ പോലും പറ്റുന്നില്ല, ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല, യൂണിവേഴ്സിനോട് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം എന്താണ്? മനസ്സ് മുഴുവനും ഈ ഒരു വ്യക്തിയോടുള്ള വിദ്വേഷമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പണ്ടുണ്ടായിരുന്ന ട്രോമാസിനെ, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വിദ്വേഷത്തെ, ശത്രുത, ഇതിനെയെല്ലാം നിങ്ങൾ കളയാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ മുഴുവനും കളഞ്ഞു കഴിഞ്ഞിട്ട് വീടൊക്കെ നല്ലതുപോലെ അടിച്ചു വാരി വൃത്തിയാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ റോസ് വാട്ടർ അടിക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ കർപ്പൂരം കത്തിക്കുക, ചന്ദനത്തിരി കത്തിച്ചൊക്കെ വെക്കുമ്പോൾ എന്താണ്? ആ വീട്ടിനുള്ളിൽ ഒരു സുഗന്ധം ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് നിങ്ങളുടെ ഉള്ളം ഇവിടെ വൃത്തിയാക്കിയിട്ട് അതിനുള്ളിലേക്ക് നിങ്ങൾ ഈശ്വരീയമായ നാമത്തെ കൊണ്ടുവരിക, ജപം തുടങ്ങുന്നത് നല്ലതായിരിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കൊരു അഭിവൃദ്ധി വരുന്നത്, അതുപോലെയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതും എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് മജീഷ്യന്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടൂ. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ? എല്ലാവർക്കും ഉണ്ടൊരു കഴിവ്. എന്തെങ്കിലും തരത്തിലുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തികളുമില്ല. പക്ഷെ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. റിയാലിറ്റിയിലല്ല ആരും ജീവിക്കുന്നത്, മായാലോകത്താണ്. അതായത് ഇല്യൂഷനിൽ പെട്ട് കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആ ഇല്യൂഷനിൽ നിന്ന് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരൂ. റിയാലിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ എന്തിന്റെ കടമ എന്താണ്, ഞാൻ എന്തിനു വേണ്ടി ജന്മമെടുത്തു, എന്തിന് ഞാൻ ഈ ഭൂമിയിൽ വന്നു, മനസ്സിലായോ? എങ്ങനെയാണ് ഞാൻ സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള കടമ എന്താണ്, എൻ്റെ ഒരു കുടുംബത്തിൽ ഞാൻ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ റിയാലിറ്റിയിൽ നിൽക്കണം. അല്ലാതെ ഒരു മായാലോകത്ത് ഇങ്ങനെ അപ്പോഴപ്പോഴുള്ള സന്തോഷത്തിൽ കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നത്? നിങ്ങളുടെ കടമകൾ പൂർത്തിയാക്കാൻ കഴിയുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലുള്ള കഴിവുകളെ കണ്ടെത്തി നിങ്ങൾ റിയാലിറ്റിയിൽ ജീവിക്കാൻ ശ്രമിക്കൂ. മജീഷ്യൻ എപ്രകാരമാണോ പ്രശസ്തി നേടുന്നത്, അത് പുള്ളി രാപകൽ അധ്വാനിച്ചു നേടുന്നതാണ്. അതല്ല എനിക്കിതിൽ വിജയം വേണം, എനിക്കിത് ശരിയായി കഴിഞ്ഞാലേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ കയ്യടി നേടാൻ കഴിയുന്നത് എന്ന് മജീഷ്യൻ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരിക്കും. അത് അയാളുടെ ക്രിയേറ്റീവ് എനർജിയാണ്. നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് മജീഷ്യനായിട്ട് പേരെടുത്ത് വരുന്നത്. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും പേരെടുക്കാൻ കഴിയും. നല്ലതുപോലെ ദൈവാനുഗ്രഹത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് തന്നെ കഴിയും. നിങ്ങൾക്ക് മാത്രമേ അത് കഴിയൂ. നിങ്ങൾ പരിശ്രമിക്കുക. എനിക്കൊരു സക്സസ് വേണം, എനിക്ക് സമാധാനവും സന്തോഷവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് കഴിവുണ്ടോ അതിനെ ബിൽഡപ്പ് ചെയ്യുക. മനസ്സിലായി? ബിൽഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ ഉയർത്തിക്കൊണ്ടുവരിക. ആ ഒരു ശ്രമത്തെ, അതായത് ഏതൊരു കഴിവും, തയ്യലിലാണോ, പെയിന്റിങ്ങിലാണോ, ചിത്രവരയാണോ, ഇനി എന്താണ്, ഡാൻസിങ്ങിലാണോ, പാട്ടിലാണോ, ഇനി ഏതൊരു കഴിവാണോ നിങ്ങൾക്കുള്ളത് അതിനെ നിങ്ങൾ അറിഞ്ഞു വരിക, അറിയണം, ആ കഴിവിനെ അറിയണം. എന്നിട്ട് അതിലൂടെ പരിശ്രമിക്കാൻ ശ്രമിക്കണം, മുന്നോട്ട് വരണം. അവിടെയാണ് നിങ്ങൾക്ക് താല്പര്യവും ഉത്സാഹവും ഉണ്ടാകും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉത്സാഹം വർദ്ധിച്ചു വരുന്നത്. അതിലൂടെയാണ് കൂടുതലായിട്ട് നമുക്ക് എനർജി കൊടുക്കാൻ പറ്റുന്നത്, ദൈവികമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ്. അങ്ങനെ നിങ്ങൾക്കൊരു മജീഷ്യന്റെ എനർജി, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും സാധ്യമാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയരത്തിലേക്ക് വരാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അടുത്തായി വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ എന്തോ ഒരു സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം, അതുമല്ല എങ്കിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവണം. അതുവഴി ആരെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പിരിയുന്ന എനർജിയാണ്, ഒന്ന് വേർപെടുന്ന എനർജിയാണ്, ഒറ്റയാവുന്ന ഒരു എനർജി. അതാണ് ഇവിടെ ഒറ്റയാവുന്ന എനർജിയാണ്.
കാരണം ഇവിടെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ല, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാടാണ്. അപ്പോൾ ഇവിടെ ഇതിലെ കൂടെ നടക്കുന്നു, ആരും ഒരു സഹായത്തിനില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരുമില്ല സഹായത്തിന് എന്ന് ഉള്ള ഒരു ചിന്തയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ പ്രിയപ്പെട്ടവരോട് ആരോടോ ഇവിടെ ഒന്ന് വേർപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ആവണം, നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയാവണം സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഒന്നാവുന്നതാണ്, ഇത് മാറിക്കിട്ടുന്നതാണ്, ഈ ഒരു എനർജി മാറിക്കിട്ടുന്നതാണ്. കാരണം ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അടുത്തതായിട്ട് 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം കണ്ടില്ല, ഇവിടെ നിഷ്കളങ്കമായ ഒരു പ്രണയമുണ്ട്, സിൻസിയർ ആണ് ഈ ലവ്. ഇവിടെ സിൻസിയർ ലവ് ആയിരുന്നു, ഇവിടെ നിന്നാണ് വേർപെട്ടു പോയത്. ഇങ്ങനെയുള്ള തോന്നൽ വന്നതും ഇവിടെയാണ്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുള്ളവർക്ക് നിങ്ങളോട് ദയ തോന്നുന്ന എനർജി, പണ്ടേ കൂടെ പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അതുപോലെ തന്നെ പണ്ട് സ്നേഹം തോന്നിയ ആൾക്കാരായിരിക്കാം, എന്തോ ഒരു നിഷ്കളങ്ക പ്രണയം മറ്റ് ചില വ്യക്തികളോട് തോന്നുന്നതാവാം. അവരുമായിട്ട് ഒന്നിച്ച് കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്ന എനർജി ഉണ്ടാവാം, അവരെ സഹായിക്കുക, അവരുടെ സ്നേഹത്തെ കൂടെ നിർത്തുന്നതുമായ എനർജിയാണ്. അതായത് ഒരു സിൻസിയർ ലവ് ആണ് ഇവിടെ, അൺകണ്ടീഷണൽ ആണ്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു പ്രതിഫലം വേണ്ട. ഇവിടെ ചായ കൊടുക്കുകയാണ്, ഇവിടെ ചായ അല്ല, ഫ്ലവേഴ്സിന്റെ കടയാണ്, ഇവിടെ ഫ്ലവേഴ്സിന്റെ കടയാണ്. ഇത് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ പ്രതിഫലം ഒന്നും മേടിക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ പണ്ടേ അറിയാവുന്നതാണ്, പണ്ടേ സുഹൃത്തുക്കളായിരുന്നിരിക്കണം, അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നിഷ്കളങ്കമായ ദയ തോന്നിയിട്ട്, വീണ്ടും ദയയാണ്, ഉള്ളിൽ നിറച്ച് ദയയുണ്ട്, സ്നേഹവുമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ അതിനുള്ള ഒരു പ്രതിഫലം വേണ്ടാന്ന് കരുതിയിട്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഈ ഒരു ചെടിച്ചട്ടിയെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ ഒരു അൺകണ്ടീഷണൽ ലവ് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന വ്യക്തികൾ ഇവിടെ നിങ്ങൾക്ക് കൂടിച്ചേരുന്നുണ്ട്. അതൊരു സിൻസിയർ ലവ് ആണ്, നിഷ്കളങ്കതയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും കൂടിച്ചേർന്ന് കുറെ കാലത്തേക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഉള്ളിലുണ്ടായിരുന്ന ശത്രുതയെല്ലാം വിട്ടുമാറുന്ന എനർജിയാണ്. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടുത്തുള്ള വീട്ടിലെ ആരോടെങ്കിലും ഒക്കെ ശത്രുത ഉണ്ടെങ്കിൽ അവരോടത് മാറിപ്പോകുന്ന എനർജിയാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബോധോദയമൊക്കെ ഉണ്ടായിട്ട് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അവിടെ നിന്നും അതിനെ വേർപെടുത്തുന്ന ഒരു എനർജി, കൂടെ ചേരുന്ന എന്തായാലും പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്നേഹത്തിലേക്ക് കിടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട്, സ്നേഹം വരുന്ന എനർജി ഉണ്ട്, പിന്നെന്താ വേണ്ടത്? മജീഷ്യന്റെ എനർജി ഉണ്ട്, ഇവിടെ ജസ്റ്റിസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജസ്റ്റിസ് കിട്ടും. ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നീതി ലഭിക്കും, ഒരു ന്യായം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. കാരണം അന്യായമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവികമായ എനർജി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു സന്തോഷത്തിനുള്ള വകയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. അത് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, എന്തെങ്കിലും ഒരു കള്ളം നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം, നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടും ഉണ്ടാവാം. നമ്മളിവിടെ ബോട്ടം വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ കണ്ടില്ല, സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ ദ്രോഹിക്കുക, എന്നിട്ട് സ്വയം നല്ലവനായിട്ട് ചമയുക, അല്ലെങ്കിൽ നല്ല വ്യക്തിയായിട്ട് ചമയുക. ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത്, സെവൻ ഓഫ് സോഡിന്റെ എനർജി. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും സൂക്ഷിക്കണം. കൂടെ നടക്കുന്നവർ കള്ളം പറഞ്ഞെങ്കിലും അവര് നല്ല വ്യക്തിയാവാൻ ശ്രമിക്കും, നിങ്ങളിലേക്ക് ആ കുറ്റം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, അതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സാധനങ്ങൾ മോഷണം പോകാതെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കള്ളം പറഞ്ഞ് സ്നേഹം നടിച്ചു വരാം. ഇവിടെ സ്റ്റാറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിൽ ഉയർച്ച എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരോട് ഒരേപോലെ പ്രവർത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. കാരണം ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരേപോലെയുള്ള എനർജി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ ചക്രാസിനെ ആക്റ്റീവ് ആക്കാനും അതിലൂടെ നിങ്ങൾക്കൊരു ഉയർച്ച വരാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷനിലൂടെയാണ് ഒരുപാട് ജീവിതത്തിൽ അഭിവൃദ്ധി വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെ വരുന്ന ഒരുപാട് എനർജി ഉണ്ട്, മനസ്സിലായോ?
അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കൊച്ചു കാര്യമൊന്നുമല്ല. അത് മെനക്കെടാൻ നിങ്ങൾക്ക് വയ്യാത്തതുകൊണ്ടോ പിന്നെ എന്ന് പറയാൻ പാടില്ല. അത് നിങ്ങൾ വളരെ ഏത് കാര്യമായാലും നമ്മൾ മെനക്കെട്ട് ശ്രദ്ധിച്ച് നേടിയെടുക്കാനേ പറ്റൂ. നിങ്ങൾ ബുദ്ധിപൂർവ്വം അല്ല എങ്കിൽ ബുദ്ധിയും വേണം, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക കൂടി വേണം. എന്നാൽ മാത്രമേ ഒരു കാര്യത്തിലും സക്സസ്സിലേക്ക് പോകാൻ സാധിക്കൂ. മനസ്സിലായോ? ഇവിടെ അനേകം ഓഫ് കോയിൻസ് ആണ്. ഇവിടെ നിങ്ങളുടെ എന്തോ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നിരുന്ന ആരോ നിങ്ങളെ സാമ്പത്തികത്തിനായിട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവാം. ചിലപ്പോഴൊക്കെ അത് കുറച്ചുകൂടി ലേറ്റ് ആവാം. 7 ഓഫ് സോളിൻ്റെ എനർജി അല്ലേ പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എനർജിയാണ് ഇവിടെയും. ആരെങ്കിലും നിങ്ങളെ കള്ളം പറഞ്ഞ് സാമ്പത്തികം നേടാൻ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കാവുന്ന കാര്യമാണ്. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചുകൂടി മനോബലം സംഭരിക്കുക, മനസ്സിന്റെ സ്ട്രെങ്ത് കൂട്ടിയെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാനസികമായിട്ട് സ്ട്രെങ്ത് ഇല്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവുക, അതുപോലെ ആക്റ്റീവ് ആവുക, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇല്ലാത്ത ചില സ്വഭാവങ്ങളെയൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. ശത്രുതയൊക്കെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കണം. സ്നേഹമുണ്ടെങ്കിൽ മറ്റേതൊരു വ്യക്തിയെയും കീഴ്പ്പെടുത്താൻ പറ്റും. എത്ര കടുത്ത സ്വഭാവമുള്ളവരായാൽ പോലും, എത്ര കടുത്ത വൈരാഗ്യമുള്ളവരോടായാൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ സ്നേഹം കൊണ്ടുള്ള നമ്മുടെ പെരുമാറ്റം കൊണ്ട് അവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും. അതുപോലെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നമുക്കതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഏത് വിധത്തിലായാലും ചില കാര്യങ്ങളെയൊക്കെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നതാണ്. മെന്റലി കുറച്ചുകൂടി പവർഫുൾ ആകാൻ ശ്രമിക്കണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിലേക്ക് അബണ്ടൻസിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ആരൊക്കെയാ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? ദൂരെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. അവിടെ നിന്ന് നിങ്ങളിലേക്ക് ആരോ മെസ്സേജ് അയക്കുന്നു, കാൾ ചെയ്യുന്നു. അങ്ങനെ എന്തോ ഒരു സമ്മാനം കിട്ടാൻ നിങ്ങൾക്ക് ചിലപ്പോൾ. അതുപോലെ തന്നെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ ലഭിക്കുക. അതുമല്ല എങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതും ആയിരിക്കാം. ഇവിടെ നിങ്ങൾ എന്താ വേണ്ടെന്ന് നോക്കിയിരിക്കുന്ന എനർജിയാണ്. 2 ഓഫ് സോളിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരേ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ ദൃഷ്ടി എന്നും കാണുന്നുണ്ട് ഇവിടെ. പല പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്ന് കാണുന്നു. നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ. ഇന്ന് നമ്മളിട്ട വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. അത് മനഃപൂർവ്വമല്ല കേട്ടോ. ഞാനിപ്പോഴും ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അതിന് ക്ഷമ ചോദിക്കുന്നു. സോറി, അങ്ങനെ പറ്റിപ്പോയതാണ്. ചിലപ്പോഴൊക്കെ നമ്മളുടെ വീഡിയോ ഉദ്ദേശിക്കുന്നതിലപ്പുറം നീണ്ടുപോകും. അത് നമ്മൾ വിചാരിച്ചിട്ടല്ല അത് കേട്ടോ. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങൾക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. പോസിബിലിറ്റീസ്, ധാരാളമായിട്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ജോലിക്ക് വേണ്ടിയുള്ള സാധ്യതകളാകാം. ഇവിടെ കോൺഷ്യസ്നെസ് ആണ്, കണ്ടില്ല, ഇവിടെ അവബോധം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും ഇന്നത്തെ ദിവസം ഒരു അവബോധം ഉണ്ടാകുന്നു. അറിയേണ്ടതായ ചില കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിവിടെ നിർത്തലാക്കണം. കാരണം നമ്മുടെ സ്വഭാവമല്ല മറ്റൊരു വ്യക്തിയുടേത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കണം. അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെയോ ട്രാൻസ്ഫോർമേഷനാണ്, പരിവർത്തനം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. എങ്ങനെയുള്ള പരിവർത്തനമാണ് ഇത്? ദൈവികമായ പരിവർത്തനം വരുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് നേടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പരിവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ആകപ്പാടെ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ. എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത്. ഫോർച്യൂൺ കാർഡ്സ് നോക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കാണുന്നുണ്ട്. പലരും എന്നോട് പറയാറുണ്ട് നല്ലതാണ്, അതൊരു എനർജിയാണെന്ന്. നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ടോർട്ടോയ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എഹഡ്. കണ്ടില്ലേ, ഇവിടെ പതുക്കെയാണ്, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം സാധിക്കും.
നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് പതുക്കെ ആണെങ്കിലും നിങ്ങളിലേക്ക് അത് വന്നു ചേരും. മനസ്സിലായോ? ഇവിടെ കെയിനാണ്. പേ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഇവിടെ വരുന്നുണ്ട്. കുറച്ചൊന്ന് ആരോഗ്യകാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ആരോഗ്യകാര്യങ്ങളിലാണ് ശ്രദ്ധ ഇല്ലാത്തതല്ലേ. ഇവിടെ സൈക്കിക് എബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നവംബർ മന്താണ് വന്നിരിക്കുന്നത്. ഡോഗ് ക്ലോസപ്പ് ആണ്. പ്ലഷർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട്. ഒരു അടുത്തൊരു സുഹൃത്തുമായിട്ട് നമുക്ക് പ്ലഷർ ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത്. ലാഡറാണ്. ക്ലൈംബിങ് ടുവേർഡ് സക്സസ്. നിങ്ങൾ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. അത് മതി. ബാഗാണ്. സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് ഓർ പ്രൈസ്. കണ്ടല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് എന്തോ വരാനുണ്ട്. ആർക്കെങ്കിലും ഒക്കെ പുതിയ ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലേക്ക് കടക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ എന്താണ്? ക്ലൈംബിങ് ടുവേർഡ് സക്സസ്. കണ്ടില്ലേ? ഇവിടെ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ഇവിടെ വളരെ നല്ല എനർജീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആരും വിളിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, പെയ്ഡാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.